സുഹൃത്തുക്കളെ, ഞാൻ ഔഫൽ ഭരണങ്ങാടി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനലായ ലൂക്ക് വിഷനിലേക്ക് സ്വാഗതം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, SIR സ്പെഷ്യൽ ഇന്റൻസി റിവിഷൻ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് പൗരത്വ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി, പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് NRCക്കെതിരെ NRC ഒളിച്ചു കടത്തൽ എന്ന രീതിയിലാണ് SIR ഇന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങള്, രാഷ്ട്രീയ നിരീക്ഷകര് നമ്മളോട് പങ്കുവെക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 80 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം SIR നമ്മുടെ കേരളത്തിലേക്കും എത്തിപ്പെടുമ്പോൾ വളരെ ആശങ്കയോടുകൂടിയിട്ടാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ പോകുമ്പോൾ അതിന് അനുവദിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വളരെ ജാഗരൂകരായിക്കൊണ്ട് ഈ സംഘപരിവാര ഗൂഢാലോചനക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ രേഖകൾ വളരെ കൃത്യമാണ് എന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ പരിശോധിച്ചുകൊണ്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. BLOമാര് വരുന്ന 4-ാം തീയതി മുതൽ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ രേഖകൾ, അവർ പറയുന്ന രേഖകൾ കറക്റ്റ് ആണോ എന്ന് നമ്മൾ അതിന് മുമ്പ് തന്നെ പരിശോധിച്ച് ക്ലിയർ ആക്കി വെക്കണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ക്ലിയർ ആയിക്കൊണ്ട് എടുത്തു വെക്കേണ്ട രേഖകൾ, ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഒന്ന് ആധാർ കാർഡാണ്. ആധാർ കാർഡ് നമ്മൾ കൈവശം ക്ലിയർ ആണോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതേപോലെ തന്നെ പാസ്പോർട്ട്, രണ്ടാമതായിട്ട് പാസ്പോർട്ട് പറയുന്നു. 3 ബർത്ത് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. അതേപോലെ ജാതി സർട്ടിഫിക്കറ്റ്, ഹൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പെൻഷൻ സർട്ടിഫിക്കറ്റ്, ഫാമിലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്, ഭൂമി സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ഇത്തരം രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ രേഖകളെല്ലാം ക്ലിയർ ആണോ എന്ന്, അല്ലെങ്കിൽ ഈ രേഖകൾ നമ്മളുടെ കൈവശമില്ലെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് സംഘപരിവാരത്തിന്റെ ഈ ഗൂഢാലോചനയെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അത്തരം രേഖകൾ ഇല്ലാത്തവര് അത് പരിശോധിച്ചുകൊണ്ട്, അത് എങ്ങനെയാണോ അത് നമ്മൾ ആ രേഖകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക, നമ്മുടെ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഭരണ നേതൃത്വം, വില്ലേജ് ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം രേഖകൾ ക്ലിയർ ചെയ്ത് വെക്കുക. ഒരിക്കലും തന്നെ RSSന്റെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ വെട്ടിമാറ്റി തങ്ങൾ ഇച്ഛിക്കുന്ന ഹിന്ദുത്വ രാജ്യം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അനുവദിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ ഇന്ത്യൻ പൗരന്മാരെന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇവിടെ നമ്മൾ ജാഗരൂകരായിക്കൊണ്ട് യാതൊരു അമാന്തവും നമ്മൾ കാണിക്കേണ്ടതില്ല. നമ്മൾ വളരെ ജാഗരൂകരായിക്കൊണ്ട് ശ്രദ്ധയോട് കൂടിക്കൊണ്ട് ഈ രേഖകൾ പരിശോധിച്ച് വളരെ ക്ലിയർ ആയി വെക്കുക. BLOമാര് നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ രേഖകൾ വളരെ കറക്റ്റ് ആയിക്കോളും. ആ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി ഓട്ടപ്പാച്ചിൽ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം December 9 കൂടിയിട്ട് കരട് വോട്ടർ പട്ടിക ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകരിക്കും. അതിന് ശേഷമായിക്കൊണ്ട് January 8 തീയതി മുതലാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ, പരാതികൾ ഉന്നയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയം അനുവദിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് വോട്ടർ പട്ടിക ഇന്ത്യ രാജ്യത്ത്, ഈ SIR ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യാതൊരു കാരണവശാലും നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഈ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. അതോടൊപ്പം തന്നെ 2026 February 7 തീയതി വോട്ടർ പട്ടിക, ഏറ്റവും ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ആളുകളുടെ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ നാട്ടുകാരുടെ ആരുടെയും വോട്ടവകാശം നിഷേധിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ഗൂഢ പദ്ധതിക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇതിനെ നമുക്ക് മറികടക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, NRCയും CAAയും മറ്റൊരു വിധത്തിൽ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗൂഢ പദ്ധതി, അത് സംഘപരിവാരത്തിന്റെ ഹിഡൻ അജണ്ടയാണ്. ആ ഹിഡൻ അജണ്ടയിൽ നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ, ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇത്തരം നല്ല അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ
പിന്തുണക്കുക. ഞങ്ങൾ വീണ്ടും വരും. ഈ ലൂപ്പ് വിഷൻ ചാനലിനെ നിങ്ങൾ പിന്തുണക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.